ഹലോ ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഞായറാഴ്ച ഇരുന്ന് പ്ലാൻ വെച്ചെങ്കിൽ മറ്റേ കർണാടക കാറിഞ്ചെ മഹാദേവ ടെമ്പിളിലേക്ക് പോകുന്നത്. അത് കുറച്ച് ലോങ്, ഏകദേശം ഇവിടുന്ന് ഒരു 90 കിലോമീറ്റർ ഉണ്ട്. നല്ല പ്ലേസ്, ഒരു കുന്നിൻ്റെ മുകളിലമ്പലം, അവിടെ ഉത്സവമാണ്. അപ്പോൾ അടുത്തേക്ക് പോവുകയാണ്. അക്ഷയ് രഞ്ജു എല്ലാം ഉണ്ട്, പിന്നെ നീത്തിന് ഓൺ ദ വേ. എവിടെ വെച്ചെങ്കിൽ മീപ്പിടിന്ന് കയറും, നോക്കാം. സെറ്റ് ഗായ്സ്. അപ്പോൾ നമ്മൾ കുറേ നേരം കണക്കാക്കുന്നത് ഇപ്പോൾ വരുന്നുണ്ടോ കള്ളം വരുന്നുണ്ട്, ലേട്ടാക്കി വരുന്നത്. മറ്റേ ആരോടോ ഫോണിൽ മുണ്ടിക്കൊണ്ട് വരുന്നുണ്ട്. ഫോണിൽ മുണ്ടിക്കൊണ്ട് വരുന്നുണ്ട്. എന്ത് പറയണമെന്നറിയില്ല. ഓനെല്ലാം എന്താക്കണം അപ്പൊ? എത്ര ടൈം ആക്കുന്നത്? 8 മണിക്ക് എന്ത് കഥ, എന്ത് കഥ? എത്ര ടൈം ആവുന്നത്? അപ്പൊ എന്താ പോലെ നമുക്ക് സെറ്റ്. അപ്പൊ ഞമ്മ വിടുന്നുണ്ട് കാറിഞ്ചെ മഹാദേവ ടെമ്പിൾ. പിന്നെ ആടുന്ന് കാണാം. ഓക്കെ. ഹലോ ഗായ്സ്, അക്ഷയ് നോക്കറാ രഞ്ജു. ഞമ്മ അമ്പലത്തിൽ എത്തി. അമ്പലത്തിന്റെ എൻട്രൻസ് കാണിക്കാൻ, അമ്പലത്തിന്റെ വ്യൂ നോക്കിട്ട് പോവാം. അമ്പലത്തിൻ്റെ എൻട്രൻസ് എത്തി. ഇതാണ് എൻട്രൻസ്, അമ്പലത്തിൻ്റെ എൻട്രൻസ് ഇതാണ്. കർണാടകയിൽ ഏറ്റവും മേലെ, അതായത് മലേൻ്റെ മേലെയുള്ള അമ്പലത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നുള്ളത്. പിന്നെ എന്ത് പറയേണ്ടതെന്ന് വെച്ചെങ്കിൽ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ആക്കണോ. എൻ്റെ യൂട്യൂബ് ചാനലിന് സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻ്റ് എല്ലാം ഇടണം. എന്താ വെച്ചെങ്കിൽ ഇത് മെയിനായിട്ട് കാണേണ്ട അമ്പലം തന്നെ. കർണാടകയിൽ ആരെങ്കിലും കർണാടക പോകുന്നുണ്ടെങ്കിൽ ഈ അമ്പലത്തിൽ കയറി ഒന്ന് നോക്കാം. എന്ന് വെച്ചെങ്കിൽ ആ സ്റ്റെപ്പ് കയറാൻ കഴിയുമെന്ന് തോന്നുന്നവർ മാത്രം കയറാം. ഏകദേശം 700 സ്റ്റെപ്പോളമുണ്ട്. വ്യൂ പോണ്ട, അവിടെ ആ മലന്റെ മുകളിലെത്തണം. മലന്റെ മുകളിലാണ് അമ്പലം ഉള്ളത്. ഓ ഗായ്സ്, അപ്പൊ ആണെത്തണം അല്ലേ? കുറെ സ്റ്റെപ്പ് ഉണ്ട്. അതിഗംഭീരമായതാണ്. ഗായ്സ്, അപ്പൊ എൻട്രൻസിന്റെ അടുത്ത് എത്തിയതാ. കുറെ സ്റ്റെപ്പ് കയറാനുണ്ട് ഗായ്സ്. അപ്പൊ കയറാൻ പോകുന്നുണ്ട്. അതാ കേറാൻ പോയി. സ്റ്റെപ്പ് എണ്ണുന്നറ, സ്റ്റെപ്പ് എണ്ണുന്നുണ്ടായിരുന്നു. ഒരു പേപ്പറും പെന്നെ എടുത്തു. അതെ ഗായ്സ്, നോക്കട്ടെ. മേലെത്തും ഒരു ഭാഗാവും, കാരണം അത്ര സ്റ്റെപ്പ് ഉണ്ട്. ഗായ്സ്, അപ്പോൾ കുറേ കയറി ഞമ്മ കണ്ടല്ലോ. അതാടെ ഓറല് ഇതിനുണ്ട് വേനത്തിട്ട് ഏകദേശം കണ്ട ഇത്ര കയറിയിട്ടുണ്ട്. ഒരു ഏകദേശം എത്ര സ്റ്റെപ്പ് ആയിട്ടുണ്ടോ ഓറ? ഒരു 200 സ്റ്റെപ്പ് കയറിയല്ലേ? 200 സ്റ്റെപ്പോളം കയറി ഗായ്സ്. മാത്രമല്ല വാർഡിന് മുകളിലൊക്കെ ഉണ്ട്, കണ്ടല്ലേ? താഴെ എത്ര ലോങ് നോക്കി, കുറേ താഴെയാണ് ഗായ്സ്. ശിവന്റെ അമ്പലം ഇതാണ്. ഇതിലെ പോയി ഇവിടുത്തെ ശിവന്റെ അമ്പലത്തും. മേലെ എത്താൻ ഈ ശിവന്റെ അമ്പലത്തിൽ എത്താൻ, ഈ ശിവന്റെ അമ്പലം തന്നെ. മേലെയും ശിവൻ തന്നെയാണ് ഉള്ളത്, കണ്ടത്? ആയ വ്യൂ ഉണ്ടോ? മേലക്ക് നോക്ക്, മേലക്ക്. ഞാൻ കൊറേ പോവാനുണ്ട് ഗായ്സ്. അപ്പൊ പോലെ നമ്മളെ അക്ഷയ് സ്റ്റെപ്പ് എണ്ണുന്നുണ്ട്. ഇവിടുന്നാണ് എണ്ണുന്ന തുടങ്ങിയത്. അപ്പൊ ഏകദേശം താഴത്തെല്ലാം അറിയും എത്ര ഉണ്ട്. ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണാം, എല്ലാവരും കാണില്ലേ? ഏകദേശം കർണാടക മൊത്തം കാണുന്നെന്ന് തോന്നുന്നു. ഏകദേശം നല്ല ലോങ്ങോളം കാണുന്നുണ്ട്. നല്ല വ്യൂ പോയിന്റ്, നല്ല ഫോട്ടോ എടുക്കാൻ നല്ല സെറ്റ് സ്ഥലം. ഇത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ്. ഇനി നമുക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് പോവാം. മഹാദേവൻ
മലയുടെ മുകളിൽ മഹാദേവൻ. ബാക്കിലോട്ട് ബാക്ക് സൈഡ്, ഫ്രണ്ട് സൈഡ് ഇതാണ്. ഫ്രണ്ടിൻ്റെ ഏകദേശം നല്ല കുറേ ലോങ് പ്ലേസ് എടുക്കുക കാണുന്നുണ്ട് ഇവിടെ തന്നെ നോക്കിയെങ്കിൽ. അത് മാത്രമല്ല ഫുള്ള് മല കണ്ടല്ലേ. ഏകദേശം വീടെല്ലാം കുറവാണ്, ലോങ് എന്ന് വെച്ചെങ്കിൽ ഫുള്ള് കാട് തന്നെ കാണുന്നുണ്ട്. ആയിസ് അപ്പോൾ എന്താ വെച്ചെങ്കിൽ ഇവിടെ അമ്പലത്തിൽ ചോറലുണ്ട്, ഇവിടെ ഫ്രീ ചോറലുണ്ട്. ഉത്സവത്തിൻ്റെ ടൈമല്ല, മറ്റേ ചാലിലും ചോറുണ്ട് ഇവിടെ. ചോറുള്ളത് അതെ കുന്നിൻ്റെ മേലെ തന്നെ കണ്ടല്ലേ ഓള്. ഗായ്സ് അപ്പോൾ ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഇനി 700 സ്റ്റെപ്പോളം ഇറങ്ങണം. ഏകദേശം 700 സ്റ്റെപ്പോളം ഉണ്ട്, ഇറങ്ങുന്നുണ്ട് ഗായ്സ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അമ്പലത്തിൽ നിന്ന് വിടുന്നുണ്ട്. വൈൻഡപ്പ് ആക്കുന്ന നമ്മളെ ഈ വീഡിയോ വൈൻഡപ്പ് ആക്കുന്ന എല്ലാവരും ഷെയർ ചെയ്യുക. കാരണം ഇങ്ങനെ ഒരു അമ്പലം എല്ലാവർക്കും അറിയണം.